നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന സ്ഥലം എവിടാ? ഇതൊരു ബേസിക് ചോദ്യമാണ്. അപ്പം പലരും പറയും സമാധാനത്തിന് വേണ്ടി ഞാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ടെന്നൊക്കെ. പക്ഷെ ഞാൻ പറയും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം സ്ഥിരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അത് റിസീവ് ചെയ്യാൻ തുടങ്ങണം. അപ്പം ഇതിൽ ഇംഗ്ലീഷിലൊരു കോട്ടുണ്ട്, യുവർ റെസിഡൻസ് ഈസ് സംവെയർ വിച്ച് ക്യാൻ പെർമനന്റ്ലി ഓൾട്ടർ യുവർ സൈക്കോളജി ആൻഡ് കീപ് യുവർ ഹാബിറ്റ്സ്. ഇപ്പം ഞാൻ ഈ റിയൽ എസ്റ്റേറ്റിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാചകമാണ്, ജയശങ്കർ നിങ്ങൾ പുള്ളിയോടെങ്കിലും അത് പറയണം, ഇതൊരു ബയ്യേഴ്സ് മാർക്കറ്റാണെന്ന് പുള്ളി അത് മനസ്സിലാക്കണം കേട്ടോ. നമ്മളിതിനെ പലപ്പോഴും അംഗീകരിച്ചു കൊടുക്കാറുണ്ട്. കാരണം ഇത് സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന സിറ്റുവേഷൻസ് ആണ്. ചിലപ്പോൾ ഇതിനെ ഒരു ചിരിയിൽ ഒതുക്കാറുണ്ട്. പക്ഷേ ചിലരോടെങ്കിലും ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, സാറേ ഇതൊരു ബയ്യേഴ്സ് മാർക്കറ്റ് ആണെങ്കിൽ സെല്ലേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്തെങ്കിലും കാണുമോ എന്നുള്ളത്. ഇതൊരു ട്രൂ ഫാക്റ്റാണ്. ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബയ്യറെ സംബന്ധിച്ചിടത്തോളം ആളുടെ ടൈം നഷ്ടപ്പെടുന്ന ഒരു മൊമെന്റ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ആളുടെ ആവശ്യത്തിനനുസരിച്ച്, ആളുടെ നീഡിനനുസരിച്ച്, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. കാരണം അത് ആളുടെ ഫാമിലി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടോ, ആളുടെ എൽഡർ കെയറിന്റെ പേരൻസിനെ സെറ്റിൽ ചെയ്യാനായിട്ടോ, ഓറൽസ് ഫാമിലി ഗ്രൂം ചെയ്യാനായിട്ടോ, എന്തായിട്ടാണെങ്കിലും ദേ വിൽ ബി ഐഡന്റിഫൈങ് വൺ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ആൻഡ് ദേ ആർ വെരി ഇൻട്രസ്റ്റഡ് വിച്ച് മാച്ചസ് എ പർപ്പസ് വെരി വെൽ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്നിട്ട് ഇവരൊരു പ്രൈസ് നെഗോസിയേഷൻ സൈഡിലേക്ക് വരുമ്പോഴാണ് കൂടുതലും ഇതൊരു ബയ്യേഴ്സ് മാർക്കറ്റ് ആണെന്ന് മനസ്സിലാക്കണം എന്നുള്ള ഡയലോഗ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. പക്ഷേ ഈ സെല്ലറുകൾ ഇപ്പം ഈ ബയ്യേഴ്സിൻ്റെ ഈ സെല്ലേഴ്സിനെ കുറിച്ച് ഞാൻ അവരോട് പറയാറുണ്ട്, സോ യു ആർ ഗോയിങ് ടു ലൂസ് ആൻ ഓപ്പർച്യൂണിറ്റി ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ് നൗ. നിങ്ങളിത് ഇപ്പം ഇതിനൊരു പ്രോപ്പർ ഡീലിൽ, ഒരു പ്രോപ്പർ ലിസണിംഗിൽ, ഇഫ് യു ആർ കൺസിഡറിങ് ദിസ് ഇസ് ദ ബെസ്റ്റ് ഡീൽ ബിക്കോസ് ദിസ് മാച്ചസ് യുവർ ബെസ്റ്റ് പർപ്പസ്. നിങ്ങളുടെ പർപ്പസിനെ ഇത് വളരെ കാര്യമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ നീഡിനെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കൈൻഡ്ലി ഗോ ഫോർ ദ ഡീൽ. ഇഫ് നോട്ട്, യു ആർ ഗോയിങ് ടു ലൂസ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ മെനി വേസ്. ബിക്കോസ് ഇതുപോലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ, ചിലപ്പോൾ ഇതുപോലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ, ഒരു അപ്പാർട്ട്മെന്റ് സൈഡ് ആണെങ്കിൽ ഒരു മിഡ് ഫ്ലോർസ് ഒക്കെ, നിങ്ങളൊരു ഹയർ മിഡ് ഫ്ലോർസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു പൊസിഷനിലേ ഉള്ളായിരിക്കും. ആൻഡ് ആസ് ഹി ഹാസ് ലിസ്റ്റഡ് നോട്ട് ഓൺലി ടു യു, നിങ്ങളുടെ മുന്നിൽ മാത്രമല്ല ആൾ ഇത് ലിസ്റ്റ് ചെയ്തേക്കുന്നത്, ഹി ഹാസ് ലിസ്റ്റഡ് ദിസ് പ്രോപ്പർട്ടി ടു മെനി. സോ മെനി ആർ ഗോയിങ് ടു റൺ ബിഹൈൻഡ് ദിസ്. അവരാരെങ്കിലും ആണ് ഇതിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ആർ ഗോയിങ് ടു ചൂസ് ദിസ് വൺ. പക്ഷെ അപ്പോൾ സാർ ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത ടൈം, കാര്യങ്ങളൊക്കെ അപ്പൊ ഇവര് നമ്മുടെ തിരിച്ചു പറയുമില്ല, ജയശങ്കർ ഹാവ് സീൻ എ ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ് ഇൻ മെനി പോർട്ടൽസ്. ഇപ്പം ഒരുപാട് ഇതുപോലുള്ള സൈറ്റ്സ് ഉണ്ടല്ലോ, ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ, മോൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് മോള് പറഞ്ഞു. സാർ അവിടെ എല്ലാം നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യും. So for example, if you are bargaining or negotiating with me, you are following this method equally with every other person. അവിടെയൊക്കെ നിങ്ങളുടെ ടൈം നഷ്ടപ്പെട്ട് while you are taking a decision, I say, ഇപ്പം ഞാൻ പറയുന്നത് ഇത് എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കണം എന്നല്ല, ബട്ട് ഒരുപാട് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടെന്നല്ല, ബട്ട് ഇഫ് യു ആർ ഫോക്കസിങ് ഓൺലി ഓൺ ദിസ് നെഗോസിയേഷൻ ആൻഡ് തിങ്ക് ഇറ്റ്സ് ഓൺലി എ ബയേഴ്സ് മാർക്കറ്റ്, ഇറ്റ്സ് നെവർ ഗോയിങ് ടു ഹാപ്പൻ. ബിക്കോസ് സെല്ലേഴ്സ് ഇല്ലാതെ ഒരു ബയറിന് എക്സിസ്റ്റൻസ് ഇല്ല. ഹി ഹാസ് ടു, ബിക്കോസ് ഹി ഹാസ് ക്രിയേറ്റഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു. നിങ്ങളുടെ ഒരു റിസ്ക് ഫ്രീ ലൈഫിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മീൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് he has actually invested his time, energy and money in that. അപ്പം ആളത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ he actually expect equal respect. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ഇതുപോലൊരു ഇതായതുകൊണ്ട്, ഒരു സ്പേസ് ആയതുകൊണ്ട്, ഐ ആം ടെലിംഗ് ഇറ്റ് വെരി ക്ലിയർലി, നെവർ തിങ്ക് ഇറ്റ്സ് ഓൺലി എ ബയേഴ്സ് മാർക്കറ്റ്. ഇഫ് ദ സെല്ലേഴ്സ് ആർ നോട്ട് ദെയർ ഇൻ ദ മാർക്കറ്റ്, നിങ്ങൾ സെല്ലേഴ്സ് മാർക്കറ്റ് ഇല്ലെങ്കിൽ ബയേഴ്സ്, യുവർ ഓപ്പർച്യൂണിറ്റി ഈസ് വെരി മിനിമം, ഷുഡ് സേ നിൽ. വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയണം. സോ ഇറ്റ്സ് നോട്ട് ഓൺലി എ ബയേഴ്സ് മാർക്കറ്റ്, ഐ ഷുഡ് സേ.